ഭാഷ പരിക്കനാകുന്നതിൽ ക്ഷമിക്കണം നിങ്ങൾ. ഇവരെ എന്താ വിളിക്കേണ്ടത്? പേപ്പിടിച്ച നായ്ക്കളെന്നല്ലേ? ഇത്തരം പേപ്പിടിച്ച പേപ്പട്ടികൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇത് ഞാനല്ല ചോദിക്കുന്നത്. ഇവിടത്തെ സാധാരണ ജനങ്ങൾ എല്ലാവരും മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഉറക്കെ ചോദിക്കാൻ പേടിയാണ്. കാരണഭൂതത്തിന്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോകും. പഴയ പോലെയല്ല. സത്യം പറയുന്നവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അറിയാലോ, രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ടുപോയത്. ഇപ്പൊ ഫെനി നൈനാനെതിരെ കേസ് കൊടുത്തത്, ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കേസെടുത്തത്. സത്യം പറയാൻ പാടില്ല. പോലീസുകാർക്ക് ആരെയും പിടിച്ചുകൊണ്ട് പോകാം. ഒരു അപഹാസ്യമായ ഒരു പാതിര റെയ്ഡ് നമ്മൾ കണ്ടല്ലോ അല്ലെ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA പാതിരാത്രിയിൽ വളഞ്ഞു പിടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചോ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന്? പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വൽസ് ഒക്കെ എന്താ പറയാ എടുത്ത് കാട്ടിക്കൊണ്ട് എന്തോ മഹത്തായ സംഭവമാണ് പിണറായി പോലീസ് ചെയ്തത് എന്നല്ല പറഞ്ഞത്. ചുരുങ്ങിയ പക്ഷം നിങ്ങൾ അറിയേണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം നേടിയ വ്യക്തിയാണ്. മറ്റൊരു കേസിൽ അറസ്റ്റ് തടഞ്ഞ വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏത് പോലീസ് സ്റ്റേഷനിലും എപ്പോൾ ആവശ്യപ്പെട്ടാലും ആ നിമിഷം എത്തിയേക്കാം എന്ന ഉറപ്പാണ് ഈ മുൻകൂർ ജാമ്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ മൂന്നാമത് പരാതി വന്നു കഴിഞ്ഞാൽ പോലീസ് ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, രാഹുൽ മാങ്കൂട്ടം ഇത്ര മണിക്ക് ഇവിടെ എത്താം എന്ന് പറഞ്ഞാൽ ആ നിമിഷം രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തിക്കോളും. അതാണ് മുൻകൂർ ജാമ്യത്തിന്റെ വ്യവസ്ഥ. ഇതറിയാവുന്ന പോലീസ് പാതിരാക്ക് ഇയാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹോട്ടലിൽ പോയി റെയ്ഡ് ചെയ്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര തോന്നിവാസം, ഇത്ര നെറികെട്ട പോലീസ് വാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടില്ല. കാരണം അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്നത് അതിഭീകരനായ റേപ്പിസ്റ്റ് ആണ്, ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെയാണ്. അതാണ് പലരും ഈ CPM നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ മുകേഷ് ഇതേപോലുള്ള ഒരാളല്ലേ എന്ന് ചോദിക്കുമ്പോൾ സതീദേവി പറയുന്നത് മുകേഷിന് അങ്ങനെ നടപടി എടുക്കാനും പറ്റില്ല. മുകേഷിനെതിരെ നടപടി എടുക്കണമെങ്കിൽ കോടതി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കണം. കോടതി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ മുകേഷിനെതിരെ നടപടി എടുക്കാം, മുകേഷിനെ നിയമസഭാ അംഗത്വം റദ്ദ് ചെയ്യാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന അതിജീവിതകളുമായി അല്ലെങ്കിൽ ഈ പരാതിക്കാരുമായി രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ബന്ധമായിരുന്നു. അവര് പരസ്പര സമ്മതത്തോടെയാണ് ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അക്കാര്യം പറഞ്ഞാൽ കേസ് ഇതായി. ഫെനി നൈനാനെതിരെ, രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്താണെന്ന് ഈ മൂന്നാമത്തെ പരാതിക്കാരി അവര് ഇവിടെ വന്നിട്ട് മുറിയെടുക്കുകയാണ്, കാനഡക്കാരി. എന്നിട്ട് ആ മുറിയിലേക്ക് രാഹുലിനെ ക്ഷണിക്കുകയാണ്. രാഹുൽ വന്ന ഉടനെ, അതായത് ഇവരെന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ മുറിയെടുക്കണം അത്രേ. അപ്പോഴാണ് രാഹുൽ മുഖത്തടിച്ചു, തുപ്പി, ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത്. ശരി, ബലാത്സംഗമാണെന്ന് കരുതുക. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ഇവര് രാഹുലിനെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുലിന് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നു, അണ്ടർവെയർ വാങ്ങിക്കൊടുക്കുന്നു, രാഹുൽ പറയുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നു, പൈസ ചോദിക്കുന്നു, അത് കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇതിനുവേണ്ടി ഫ്ലാറ്റ് തെരഞ്ഞു നടക്കുന്നു. ഒരു 2 BHK ഫ്ലാറ്റ് മതിയോ എന്ന് പരാതിക്കാർ ചോദിക്കുന്നു. രാഹുൽ പറയുന്നു 3 BHK ആയിക്കോട്ടെ. അങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോ ഇതെങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്ന് നമ്മൾ സംശയിച്ചാൽ, ഈ സംശയം പങ്കുവെച്ചാൽ നമ്മൾ എങ്ങനെയാണ് അതിജീവിതയെ അവഹേളിക്കുക? അതിജീവിതയുടെ പേര് നമ്മൾ പറയുന്നില്ല, അവരുടെ ഈ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അവരുടെ പരാതി ജെന്യൂൻ ആണോ എന്ന് നമുക്ക് ചർച്ച ചെയ്തുകൂടെ? അതിലെന്താണ് ഇത്ര വലിയ അപാകത എന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ കേസെടുത്തത് അങ്ങനെയാണ്. ഫെനി നൈനാൻ ഈ അതിജീവിത പിന്നീട്, അതായത് 2024 ഏപ്രിൽ 8-ാം തീയതിയാണ് അത്രേ ഈ ബലാത്സംഗം എന്ന് പറയുന്ന ആ ഒരു സംഭവം നടന്നതെന്നാണ് പരാതിക്കാർ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഈ വർഷമല്ല 2025 ഒക്ടോബർ അവസാനം ഈ പരാതിക്കാരി നൈനാനെ വിളിച്ച് പറയാണ്, ഫെനി നൈനാനെ വിളിച്ച് പറയാണ്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാണണം, രാത്രിയായാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല, ഒരു 3-4 മണിക്കൂറൊക്കെ വേണം. ഓഫീസിൽ വേണ്ട, നമുക്ക് വളരെ സ്വകാര്യമായ രാഹുലിന്റെ ഫ്ലാറ്റിലോ അവിടെ എവിടെയെങ്കിലും മതി, ആരും പുറത്താരും കാണും ചെയ്യരുത്, ഞങ്ങൾക്ക് ഒരു 3-4 മണിക്കൂർ നേരത്തെ ഒരു സംഭവം ഉണ്ട്, ഇതിനാണ് എന്നൊക്കെ പറയുന്നു. എപ്പോ ഈ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു 3-4 മണിക്കൂർ നേരം സ്വസ്ഥമായിട്ടൊന്ന് കാണണം. ഓഫീസിൽ വേണ്ട, ആരും ശ്രദ്ധിക്കാത്ത ആ രീതിയിലുള്ള രഹസ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഒരു ഡ്രൈവിന് പോകാം. ആ ഡ്രൈവിനിടയിൽ ഇതിലൊന്നും ഈ പരാതിക്കാരി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞൊന്നും ഫെനി നൈന പറയുന്നില്ല. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോ
ഫെനീനെതിരെ പോലീസ് കേസെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ മാപ്രകൾക്കെതിരെയും പോലീസ് കേസെടുക്കട്ടെ. നിങ്ങൾക്ക് അറിയില്ലേ, ആദ്യത്തെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി ഉന്നയിച്ചപ്പോൾ ഇവര് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ അല്ലേ, അങ്ങനെയാണ് തുടക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി ഉന്നയിച്ച, പിന്നീട് ഇപ്പൊ ഏറ്റവും അവസാനം ഭർത്താവ് വന്നിട്ട് എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി എന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആദ്യത്തെ പരാതിക്കാരി. ആ ആദ്യത്തെ പരാതിക്കാരിയുടെ എല്ലാവിധ ചാറ്റുകളും ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ 24, റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് എല്ലാ ചാനലുകളും ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അവർക്കെതിരെ ഒന്നും കേസെടുത്തില്ല. പക്ഷേ ഫെനീന ഞാൻ പുറത്തുവിട്ടപ്പോ കേസെടുത്തു. എന്ന് പറഞ്ഞാൽ പോലീസിന് ആർക്കെതിരെയാണോ കേസെടുക്കേണ്ടതെന്ന് അവർക്ക് തോന്നുന്ന ആൾക്കെതിരെ കേസെടുക്കാം. ശ്രീനാഥ വി കുഞ്ഞമ്മ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക, നേരത്തെ CPI കാരി, അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അതിജീവിതൻ രാഹുൽ മാങ്കൂട്ടമാണ് അതിജീവിതൻ എന്ന് എനിക്ക് തോന്നില്ലേ? ഈ തോന്നിയ കാര്യം പറയാൻ പാടില്ലേ? പിണറായി ഭരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സംശയം പ്രകടിപ്പിച്ചുകൂടെ? അങ്ങനെ തന്നെയാണോ എന്ന് അവരുടെ ആ പരാതിയുടെ മെറിറ്റ് അനുസരിച്ച് നമുക്ക് എതിർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൂടെ? അവരെ അപകീർത്തിപ്പെടുത്താതെ, അവരെ അപഹസിക്കാതെ അതിന്റെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്തുകൂടെ? അതല്ലൊരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അതിഭീകരമായ ഒരു പോലീസ് വേട്ട. മിണ്ടരുത്, മിണ്ടിയാൽ അകത്തിടും. അതിനാണല്ലോ ഈ രാഹുൽ ഈശ്വറിനെ ഒരു 2 ആഴ്ച കാലം പിടിച്ചകത്തിട്ടത്. രാഹുൽ ഈശ്വർ എന്താ ചെയ്തത്? ആ അതിജിയുടെ പേര്, ഫോട്ടോ ഒന്നും പബ്ലിക്കാക്കിയില്ല. വളരെ കൃത്യമായി ഒരു പുരുഷപക്ഷ നിലപാടെടുത്തു. ശരിയാണ്, പുരുഷന്മാർക്കും നീതി വേണ്ടേ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കേട്ടോ, വളരെ പ്രസക്തമാണ്.